വായിച്ചു നോക്കൂ. ലഖദ് തഖത്തഅ എന്നാണുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇസ്തിഅലാഇന്റെ ഹർഫുകളും ഇസ്തിഫാലിന്റെ ഹർഫുകളും അഥവാ തടിപ്പിച്ചുച്ചരിക്കേണ്ടതും നേർപ്പിച്ചുച്ചരിക്കേണ്ടതൊക്കെ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ശ്രദ്ധിച്ച്. ലഖദ് തഖത്തഅ ലഖദ് തഖത്തഅ ബൈനകും ലഖദ് തഖത്തഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമളാനിന്റെ പുണ്യമേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാം ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യാനും ഖുർആനിൻ്റെ പൊരുത്തം നേടാനും ഈ വിശുദ്ധ റമളാനിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഖുർആൻ പാരായണം നിർവഹിക്കുമ്പോൾ അതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ആയത്തുകൾ, പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കെലിമത്തുകൾ, അതേക്കുറിച്ചുള്ള ചുരുങ്ങിയ ഒരു വിവരണമാണ് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഖുർആനിലെ ഏഴാമത്തെ ജുസ്ഇൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏതാനും ആയത്തുകളെ കുറിച്ച് നമുക്ക് പറയാം. സൂറത്തുൽ മാഇദ 89-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങാം. സൂറത്തുൽ മാഇദയിലെ 89-ാമത്തെ ആയത്തിൻ്റെ തുടക്കം ഒരൽപ്പം ഓതാം. അവിടെ പലർക്കും തെറ്റുവരാൻ സാധ്യതയുള്ള ഒരു കലിമത്തുണ്ട്, ഒരു പദമുണ്ട്, ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا يؤاخذكم الله باللغو في أيمانكم. ഇനി അതിൻ്റെ ബാക്കി ഭാഗം ശ്രദ്ധിക്കുക. ولكن يؤاخذكم بما عقدتم الأيمان എന്ന പദം ശ്രദ്ധിക്കണം. അഖദ്തും എന്ന ദാലിനെ തായിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് ബിമാ അഖദ്തുമുൽ ഐമാൻ എന്നാണ് പാരായണം ചെയ്യേണ്ടത് ദാലിൻ്റെ സ്വരം തീരെ കേൾക്കാത്ത വിധത്തിൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിലേക്ക് വരാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ ആയത്ത്, 90-ാമത്തെ ആയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും പല വേദികളിലും പല പ്രസംഗങ്ങളിലും ഒക്കെ നമ്മൾ സാധാരണ കേൾക്കുന്ന ആയത്താണ് 90-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു. അതിൻ്റെ ബാക്കി ഉള്ള തൊട്ടുശേഷം വരുന്ന പദം റിജ്സുൻ എന്നാകുന്നു. റിജ്സുൻ എന്നല്ല. റിജ്സുൻ എന്ന പദം ഖുർആനിൽ ധാരാളം ഉണ്ട്. പക്ഷെ ഇവിടെയുള്ളത് റിജ്സുൻ എന്ന സീനാണ്. വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അതുകൊണ്ട് റിജ്സുൻ എന്ന രണ്ട് കലിമത്തുകൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ റിജ്സുൻ എന്ന പദമാണെന്ന് പ്രത്യേകം ഓർക്കുക. റിജ്സുൻ എന്ന് പറയാതിരിക്കുക. സൂറത്തുൽ മാഇദ 91-ാമത്തെ ആയത്തിൻ്റെ ഏകദേശം അവസാന ഭാഗത്ത് ഇന്നമാ യുരീദു ശൈത്വാനു എന്ന് തുടങ്ങി ഫിൽ ഖംരി വൽ മൈസിരി തൊട്ടു താഴെയുള്ള പദം വയസുദ്ദക്കും എന്ന് ദാലിന് ഫത്ഹ് കൊടുക്കണം. വയസുദ്ദുക്കും എന്നാവരുത്. കഴിഞ്ഞ ദിവസവും ഇതുപോലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. സ്വാദിനും കാഫിനും ലൊമ്മായതുകൊണ്ട് നടുവിലുള്ള ദാലിനും ലൊമ്മ് കൊടുത്ത് വയസുദ്ദുക്കും ആവാൻ പാടില്ല, ആവാൻ സാധ്യത കൂടുതലാണ്. വയസുദ്ദക്കും അൻ ദിക്രില്ലാഹി വഅനിസ്സലാഹ് എന്ന ഹായിൽ നിർത്തിയിട്ട് ചേർത്തി ഓതുകയാണെങ്കിൽ വഅനിസ്സലാത്തി ഫഹൽ അൻതും മുൻതഹൂൻ. ഇനി തൊട്ടു താഴെ തന്നെ 93-ാമത്തെ ആയത്തിൽ ഒരു ഭാഗം ശ്രദ്ധിക്കുക. 93-ാമത്തെ ആയത്തിൽ ലൈസ അലല്ലദീന ആമനൂ എന്ന് തുടങ്ങി
إذا ما اتقوا وآمنوا إذا ما اتقوا وآمنوا وعملوا الصالحات إذا ما اتقوا وآمنوا എന്നാണ് ഉള്ളത്. 95-ാമത്തെ ആയത്തിലേക്ക് നോക്കൂ. 95-ാമത്തെ ആയത്തിൽ രണ്ടാമത്തെ വരിയിൽ മുസ്ഹഫിലെ ഖതല മിനൻ നഅമി എന്നാണ്. മിനൻ നഅമി, നഅം എന്ന നൂനിനും ഐനിനും ഫത്ഹാണ്. മിനൻ നിഅമി അല്ല. മിനൻ നഅമി, മിനൻ നഅമി എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. 98-ാമത്തെ ആയത്ത് തുടങ്ങൽ എങ്ങനെയാണ്? ഇഅ്ലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബി വ അന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇതാണ് ആയത്ത്. ഇഅ്ലമൂ അന്നല്ലാഹ, ഇഅ്ലമൂ ഹംസത്തുൽ വസ്ൽ ആണ്. ഹംസത്ത് കസ്ർ കൊടുത്തുകൊണ്ടാണ് തുടങ്ങേണ്ടത്. ഇഅ്ലമൂ, ഇഅ്ലമൂ, ഇഅ്ലമൂ. 114-ാമത്തെ ആയത്തിൽ ചെറുതായി ശ്രദ്ധിക്കണം, വലിയ പ്രശ്നമാണ്. ഖാല ഈസ ഇബ്നു മർയം അല്ലാഹുമ്മ റബ്ബനാ, അവിടെയുള്ള അല്ലാഹുമ്മ എന്ന മീമിനെ മണിച്ചുകൊണ്ട് ഓതണം. അല്ലാതെ ഖാല ഈസ ഇബ്നു മർയം അല്ലാഹുമ്മ റബ്ബനാ പോരാ, ശദ്ദുള്ള മീമിനെ ഒന്നുകൂടെ മണിക്കണം. قال عيسى ابن مريم اللهم ربنا. 115-ാമത്തെ ആയത്തിൽ ഉഅസിബുഹു എന്ന് രണ്ട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഫഇന്നി ഉഅസിബുഹു, അതിന് ശേഷം അദാബൻ എന്ന് കഴിഞ്ഞ് ലാ ഉഅസിബുഹു. ഈ രണ്ട് ഉഅസിബു എന്ന കലിമത്തിലെയും ബാഇന് ദമ്മ് തന്നെ കൊടുക്കണം. അല്ലാതെ ഫഇന്നി ഉഅസിബ് ആവാൻ പാടില്ല. ഉഅസിബുഹു അദാബൻ ലാ ഉഅസിബുഹു അഹദൻ മിനൽ ആലമീൻ. ദമ്മ് പോയി സുക്കൂനായാൽ പ്രശ്നമാണ്. അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാഹ്. സൂറത്തുൽ മാഇദ ആണ് നമ്മൾ പറഞ്ഞ് ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് തീർന്നത്. ഇനിയും ഒരുപാട് ആയത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഇതൊരു സൂചനയാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ശ്രദ്ധിച്ച് ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് സൂറത്തുൽ അൻആമിലേക്ക് വരാം. സൂറത്തുൽ അൻആമിലെ 5-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങാം. 5-ാമത്തെ ആയത്ത് എങ്ങനെയാണ്? 5-ാമത്തെ ആയത്ത് ഓതേണ്ടത് ഒന്ന് ഓതി നോക്കിയേ. ഫഖദ് കസ്സബൂ ബിൽ ഹഖ് ലമ്മാ ജാഅഹും, അതിൻ്റെ ബാക്കി ഫസൗഫ യഅതീഹിം, പലരും അംബാഉ മാ കാനൂ എന്നാണ് ഓതാറുള്ളത്. അംബാഉ എന്ന് നീട്ടാൻ പറ്റില്ല. ഫസൗഫ യഅതീഹിം അംബാഉ മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അംബാഉ മാ കാനൂ എന്നാണ് ഓതേണ്ടത്. സൂറത്തുൽ അൻആമിലെ 9-ാമത്തെ ആയത്ത് നോക്കൂ. തൊട്ടു അടുത്ത പേജിലെ 9-ാമത്തെ ആയത്ത്. വലൗ ജഅൽനാഹു മലകൻ ലജഅൽനാഹു റജുലാ, അതിനുശേഷം വലലബസ്നാ എന്നുണ്ട്. വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ. അതുകൊണ്ട് വലലബസ്നാ എന്ന്, അല്ലാതെ വലബസ്നാ പോരാ.
ولو جعلناه ملكا لجعلناه رجلا وللبسنا എന്ന് പറയണം. 12-ാമത്തെ ആയത്തിൽ ഖുൽ ലിമൻ മാ ഫിസ് സമാവാതി വൽ അർദ് ഖുൽ ലിമൻ മാ ഫിസ് സമാവാതി വൽ അർദ്. ബാക്കി ഖുൽ ലില്ലാഹ് എന്നാണ് ഓതേണ്ടത്. ഖുലില്ലാഹ് അല്ല, ഖുലില്ലാഹ്. 24-ാമത്തെ ആയത്ത്. 24-ാമത്തെ ആയത്തിൽ തുടങ്ങുന്നത് നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഉൻളുർ കൈഫ കദബൂ അലാ അൻഫുസിഹിം. ഉൻളുർ, നേരത്തെയും ഉൻളുർ എന്ന കലിമത്തുണ്ടായിട്ടുണ്ട്. ഉൻളുർ ഉ വേണം. 33-ാമത്തെ ആയത്തിലും ശ്രദ്ധിക്കണം. 33-ാമത്തെ ആയത്ത് ഖദ് നഅലമു. ഓതാം ഒന്ന് ഓതി നോക്കിയേ. ഖദ് നഅലമു ഇന്നഹു കഴിഞ്ഞ് ലയഹ്സുനുക അല്ലദീ യഖൂലൂൻ. ലയഹ്സുൻക അല്ല. യാസീനിലും മറ്റുമൊക്കെ നമ്മൾ യഹ്സുൻക ഓതി ശീലമുള്ള ആളുകൾ ഇവിടെ എത്തുമ്പോൾ ഖദ് നഅലമു ഇന്നഹു ലയഹ്സുൻക അല്ലദീ പറ്റില്ല. ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുക അല്ലദീ യഖൂലൂൻ. ലയഹ്സുനുക അല്ലദീ യഖൂലൂൻ. 34-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം നോക്കൂ. വലഖദ് ജാഅക മിൻ നബഇൽ മുർസലീൻ. വലഖദ് ജാഅക മിൻ നബഇൽ മുർസലീൻ. മിൻ നബഇൽ മുർസലീൻ. 35-ാമത്തെ ആയത്തിലും ഒന്ന് ശ്രദ്ധിക്കണം. വഇൻ കാന കബറ അലൈക തുടങ്ങി فإن استطعت أن تبتغي نفقا എന്ന് പറയണം. അൻ തബ്തഗിയ എന്ന യ ശ്രദ്ധിച്ച് തബ്തഗിയ നഫഖൻ എന്ന് പറയണം. 46-ാമത്തെ ആയത്തിൽ ഖുൽ അറഅയ്തും എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ മധ്യഭാഗത്ത് യഅ്തീകും ബിഹി എന്നുള്ളിടത്ത് വഖഫ് ചെയ്യൽ നല്ലതാണ്. അവിടെ നിർത്താം. വഖതമ അലാ ഖുലൂബികും മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅ്തീകും ബിഹി. അങ്ങനെ നിർത്തിയാൽ ബാക്കി ഉൻളുർ എന്നോദനം. തൊട്ട് മുമ്പ് അല്പ സമയം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉൻളുർ തുടങ്ങേണ്ടത് അങ്ങനെയാണ്. ഉൻളുർ കൈഫ നുസർരിഫുൽ ആയാതി സുമ്മ ഹും യസ്ദിഫൂൻ. 49-ാമത്തെ ആയത്തിൽ വല്ലദീന കസ്സബൂ ബിആയാതിനാ യമസ്സുഹുമുൽ അദാബു. യമസ്സുഹുമു എന്നാണ്. യാക്കും മീമിനും ഫത്ഹ്, സീനിനും ഹാക്കും മീമിനും ദമ്മ്. യമസ്സുഹുമുൽ അദാബു എന്ന് ശ്രദ്ധിച്ചു പറഞ്ഞാൽ തന്നെ യമസ്സുഹും ആവുകയുള്ളൂ. അല്ലെങ്കിൽ യമുസ്സുഹും എന്നോ മറ്റോ എങ്ങനെയോ ആവും. അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് യമസ്സുഹുമുൽ അദാബു എന്ന് ശ്രദ്ധാപൂർവം ഓതണം. നമ്മുടെ മൊത്തത്തിൽ ഖിറാഅത്തിന് ചെറിയ ഒരു സ്പീഡ് കുറച്ചാൽ ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കും. 52-ാമത്തെ ആയത്തിൽ നോക്കൂ. വലാ തഖ്റുദിൽ ലദീന യദ്ഊന റബ്ബഹും. ബാക്കി എന്താണ്? ഇതേ പദം സൂറത്തുൽ കഹ്ഫിലും വരുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിലൊക്കെ ഒരുപാട് ആളുകൾക്ക് അബദ്ധം വരുന്ന ഒരു പദമാണ്. ഖുർആനിൽ 2 സ്ഥലത്താണ് ഇങ്ങനെയുള്ള പദങ്ങൾ കാണുന്നത്.
അവിടെയും ഇവിടെയുമാണ്. അൽ കഹ്ഫ് സൂറത്തിലും സൂറത്തുൽ അൻആമിലും. ولا تطرد الذين يدعون ربهم بالغداة والعشي. ബിൽഗദാത്തി ആണ്, അല്ലാതെ ബിൽഗദാവത്തി എന്നല്ല, ബിൽഗദവാത്തി എന്നുമല്ല, ബിൽഗദാത്തി. വാവുണ്ട് എന്നതുകൊണ്ട് വാവ് പറയാനുള്ളതല്ല. അസ്വലാത്തി എന്നൊക്കെ പറയുന്നിടത്തൊക്കെ വാവുണ്ടല്ലോ. ഹയാത്തിൽ വാവുണ്ട്, സകാത്തിൽ വാവുണ്ട്. അവിടെ ആരും ഹയവാത്തി എന്ന് പറയാറില്ല, ഇല്ലല്ലോ, ഹയവാത്തി ദുനിയ എന്ന്. അതുകൊണ്ട് ശ്രദ്ധാപൂർവമാവുക എന്നത് തന്നെയാണ് വിഷയം. ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجهه. 57-ാമത്തെ ആയത്തിൽ ഖുൽ ഇന്നി എന്ന് തുടങ്ങി വന്ന് മാ ഇൻദി മാ തസ്തഅജിലൂന ബിഹി, ബാക്കി ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അങ്ങനെ ഇല്ലാ ലില്ലാഹ്. 59-ാമത്തെ ആയത്ത് ശ്രദ്ധിച്ചു നോക്കൂ. 59-ാമത്തെ ആയത്ത് സൂറത്തുൽ അൻആം. وعنده مفاتح الغيب لا يعلمها إلا هو. وعنده مفاتح الغيب, مفاتح എന്നേ ഉള്ളൂ, അല്ലാതെ وعنده مفاتيح തീ നീളില്ല, മഫാത്തിഹ് ഇല്ല, മഫാത്തിഹുൽ ഗൈബി. എല്ലാം ശ്രദ്ധിക്കണം, നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 60-ാമത്തെ ആയത്തിൽ 2 സ്ഥലങ്ങളുണ്ട്. 60-ാമത്തെ വഹുവല്ലദീ യതവഫാക്കും എന്ന് തുടങ്ങി ഉള്ള ആയത്തിൻ്റെ അവസാന ഭാഗത്ത് സുമ്മ ഇലൈഹി മർജിഉക്കും സുമ്മ യുനബ്ബിഉക്കും. മർജിഉ എന്ന ഐനിൻ്റെയും ദമ്മ് ശ്രദ്ധിക്കണം, യുനബ്ബിഉ എന്ന ഹംസയുടെയും ദമ്മ് ശ്രദ്ധിച്ച് സുമ്മ ഇലൈഹി മർജിഉക്കും സുമ്മ യുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ. 65-ാമത്തെ ആയത്തിലും ഒരു ഉൻളുർ ഉണ്ട്. ഖുൽ ഹുവൽ ഖാദിറു എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ അവസാന ഭാഗത്ത് ഉൻളുർ കൈഫ നുസർരിഫുൽ ആയാതി എന്നുള്ളിടത്ത് ഉൻളുർ എന്നാണ് പറയേണ്ടത്. 68-ാമത്തെ ആയത്തിൽ അവസാന ഭാഗത്ത് فلا تقعد بعد الذكرى مع القوم الظالمين. فلا تقعد بعد الذكرى مع القوم الظالمين. 71-ാമത്തെ ആയത്തിൽ ഖുൽ അനദഉ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അതിൻ്റെ മധ്യഭാഗത്ത് കല്ലദിസ്തഹ്വത്ഹു ശയാതീനു എന്നാണ്. ശ്രദ്ധിക്കണേ, കല്ലദിസ്തഹ്വത്ഹു ശയാതീനു, കല്ലദിസ്തഹ്വത്ഹു ശയാതീനു. ശ്രദ്ധിച്ചു പറയേണ്ട ഒരു ലഫ്ളാണ്. 80-ാമത്തെ ആയത്തിൽ 80-ാമത്തെ ആയത്ത് നോക്കൂ. വഹാജ്ജഹു ഖൗമുഹു, വഹാജ്ജഹു ശദ്ദുള്ള ജീമ് മദ് ലാസിമ്. ഇനി തൊട്ട് ബാക്കി ഖാല അതുഹാജ്ജൂനി, ഖാല അതുഹാജ്ജൂനി. 2 മദ് ലാസിമുകളുണ്ട്. തുടക്കവും മദ് ലാസിമാണ്. മദ് ലാസിം എന്ന് പറഞ്ഞാൽ അത് നീട്ടല് 3 അലിഫ്. മദ്ദിൻ്റെ ഇനമില്ലാസിം എന്നൊന്നുണ്ട്, അത് പേരുപോലെ വുജൂബ് തന്നെന്നുണ്ട്. മദ്ദിൻ്റെയോ ലീനിൻ്റെയോ ഹർഫിന്
ശേഷം സുകൂന സ്വലിയതായി നിലനിന്ന് നീട്ടുന്ന മദ്ദിന് പേര് വന്നത് ലാസിമാ. മൂന്നലിഫ് ഖദിറിത് നീട്ടലും നിർബന്ധമാ. മൂന്നലിഫ് നീട്ടൽ നിർബന്ധമായ മദ്ദാണ്. അതുകൊണ്ട് ഖാല അതുഹാജൂനി ഫില്ലാഹി പറ്റില്ല. ഖാല അതുഹാജൂനി ഫില്ലാഹി വഖദ് ഹദാൻ. അവിടെ നിർത്തുന്നത് നോക്കൂ. വഖദ് ഹദാൻ എന്നാണ് നിർത്തേണ്ടത്. അതുപോലെ കുറച്ച് പ്രയാസമുള്ള ഒരു ലഫ്ദാണ് 94 കാണുന്നത്. നമുക്ക് ആയത്തൊന്ന് ഓതി നോക്കാം. وَلَقَدْ جِئْتُمُونَا فُرَادَى كَمَا خَلَقْنَاكُمْ أَوَّلَ مَرَّةٍ وَتَرَكْتُمْ مَا خَوَّلْنَاكُمْ وَرَاءَ ظُهُورِكُمْ وَمَا نَرَى مَعَكُمْ شُفَعَاءَكُمُ الَّذِينَ زَعَمْتُمْ أَنَّهُمْ فِيكُمْ شُرَكَاء. അവിടെ ഷുറക്കാ പറഞ്ഞു നിർത്താം. ബാക്കി വായിച്ചു നോക്കൂ. ലഖദ് തഖത്തഅ എന്നാണുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇസ്തിഅലാന്റെ ഹർഫുകളും ഇസ്തിഫാലിന്റെ ഹർഫുകളും അഥവാ തടിപ്പിച്ചുച്ചരിക്കേണ്ടതും നേർപ്പിച്ചുച്ചരിക്കേണ്ടതൊക്കെ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ശ്രദ്ധിച്ച്. ലഖദ് തഖത്തഅ ബൈനകും ലഖദ് തഖത്തഅ ബൈനകും وضل عنكم ما كنتم تزعمون. 99-ാമത്തെ ആയത്തിലും ഒരു ഉൻളുറു ഉണ്ട്. وهو الذي أنزل من السماء ماء. ആ ആയത്തിൻ്റെ തുടക്കത്തിൽ അങ്ങനെയാണ്. അതിൻ്റെ അവസാന ഭാഗത്ത് വരുന്നു ഉൻളുറു ഇലാ സമരിഹി. ഉൻളുറു എന്നത് ശ്രദ്ധിക്കുക. ഉൻളുറു ഒരുപാട് സ്ഥലങ്ങളിൽ ഉൻളുറു എന്ന് വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. 103-ാമത്തെ ആയത്തിലോ ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. ലാ തുദ്രികുഹുൽ അബ്സാർ. കാഫിന് സുക്കൂൻ ആവരുത്. ലാ തുദ്രിക് ആവരുത്. ലാ തുദ്രികുഹുൽ അബ്സാർ. ലാ തുദ്രികുഹു വഹുവ യുദ്രികുൽ അബ്സാർ എന്നോദണം. 106-ാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. 106-ാമത്തെ ആയത്തിൽ തുടങ്ങേണ്ടത് ഇത്തബിഅ മാ ഊഹിയ ഇലൈക മിർ റബ്ബിക്. ഇത്തബിഅ മാ ഊഹിയ ഇലൈക മിർ റബ്ബിക് എന്നാണുള്ളത്. ലാ ഇലാഹ ഇല്ലാ ഹുവ വഅഅ്രിദ്. ഉണ്ടോ? ലാ ഇലാഹ ഇല്ലാ ഹുവ വഅഅ്രിദ് അനിൽ മുശ്രികീൻ. ശ്രദ്ധിക്കണം. 108-ാമത്തെ ആയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മർജിഉഹും എന്നും ഫയുനബ്ബിഉഹും എന്ന മർജിഉ എന്ന ഐനിൻ്റെ ളമ്മും ഫയുനബ്ബിഉ എന്ന ഹംസയുടെ ളമ്മും ശ്രദ്ധിച്ച് സുമ്മ ഇലാ റബ്ബിഹിം മർജിഉഹും ഫയുനബ്ബിഉഹും ബിമാ കാനൂ യഅമലൂൻ എന്ന് പാരായണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യാൻ, അങ്ങനെ ഖുർആനിൻ്റെ ഖാദിമീങ്ങളായി ജീവിച്ച് മരിക്കാൻ, അതുവഴി അള്ളാഹുവിൻ്റെ അഹ്ലുകാർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.